ഗൈസ്, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓണത്തിന് നിങ്ങൾ കുറച്ച് പൈസ, നിങ്ങളുടെ കയ്യിലുള്ള പൈസ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലേ, അപ്പോൾ ആ പൈസയ്ക്ക് നല്ലൊരു ഫോൺ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ സ്മാർട്ട് ഫോൺ, ഞാൻ ഈ 1000 രൂപയ്ക്ക് 2000 ആ ഫോണൊന്നും വാങ്ങരുത്. നല്ല സ്മാർട്ട് ഫോൺ വാങ്ങും. കുറച്ച് പൈസ ഒരു ലേശം കൂടിയാലും കുഴപ്പമില്ല, നല്ല സ്മാർട്ട് ഫോൺ നോക്കി വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ. ഈ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല ഫോൺ തന്നെ നോക്കി വാങ്ങി. എന്തിന് ഈ കുറഞ്ഞ റേറ്റുള്ള സ്മാർട്ട് ഫോണിലൊക്കെ വാങ്ങിയിട്ട് അത് കുറച്ച് ദിവസം ഉപയോഗിച്ച് പിന്നെ റിപ്പയർ ഒക്കെ ചെയ്ത് ഉപയോഗിക്കേണ്ട വല്ല കാര്യം ഉണ്ടാകും നമുക്ക് ഈ ഓണത്തിന്? ഒരു കാര്യമില്ല. അപ്പോൾ വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള ലോ ബഡ്ജറ്റ് വരുന്ന സ്മാർട്ട് ഫോൺ ഒരു 4000 രൂപ 5000-ന് അകത്തൊക്കെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സ്മാർട്ട് ഫോണിൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് കാണാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കും. ഇല്ലെങ്കിൽ ഒരുപാട് ഫ്രഷ് ഫോണുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ബോക്സ് പീസ്, ജസ്റ്റ് ഓപ്പൺ പീസുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ലോ ബഡ്ജറ്റിന്, വളരെ ലോ ബഡ്ജറ്റിന് വർക്കിംഗ് കണ്ടീഷൻ സ്മാർട്ട് ഫോണുകൾ ഒരു 3000 രൂപ 4000 രൂപ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 4000 രൂപ റേഞ്ചിലൊക്കെ വാങ്ങാൻ പറ്റി, നിങ്ങൾക്ക് വാങ്ങി പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് ഇതൊക്കെ. ഇത് വന്നിട്ട് റെഡ്മിയുടെ 9A ആണ്. റാം സ്റ്റോറേജ് കുറച്ച് കുറവാണ്, 2GB റാം 32 സ്റ്റോറേജേ ഉള്ളൂ. പക്ഷേ പക്ക കണ്ടീഷനാണ്. ഡിസ്പ്ലേ മാറ്റി ചെയ്തോ അങ്ങനെ റിപ്പയർ ചെയ്തോ പീസൊന്നുമല്ല. ഇതായിരിക്കുന്നത് 9A ആണ്. പിന്നെ ഇതായിരിക്കുന്നത് 4 രൂപ 3500 ആ ഒരു എമൗണ്ടൊക്കെയാണ് ഈ 9Aക്ക് പ്രൈസ് വരുന്നത്. പിന്നെ ഒരു 5000 രൂപ റേഞ്ചിൽ ഒരു 8000, ഇത് 5G ആണ്, 8 റിയൽമിയുടെ 8 ആണ് 5G, 9000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതൊക്കെ പെർഫെക്റ്റ് കണ്ടീഷൻ പീസാണ്. ഇത് റിപ്പയർ ചെയ്ത പീസോ അങ്ങനെ എന്തെങ്കിലും പാച്ച് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നോ അങ്ങനെയൊന്നുമല്ല. പെർഫെക്റ്റ് കണ്ടീഷനായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു 5 വർഷം വേണ്ട, ഒരു 3 വർഷമൊക്കെ, ഞാൻ വലുതായിട്ടൊന്നും പറയാനില്ല, ഒരു 3 വർഷമൊക്കെ നിങ്ങൾക്ക് വേറെ എക്സ്പെൻസ്, മൊബൈലിന് വേണ്ടിയിട്ടൊരു എക്സ്പെൻസ് മുടക്കാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെഡ്മി 8 5G സ്മാർട്ട് ഫോൺ. റെഡ്മി 8-ന് തന്നെ 4G ഉണ്ട്, പക്ഷേ ഇത് 5G സ്മാർട്ട് ഫോണാണേ. പിന്നെ ഒരു 3 രൂപ റേഞ്ചിലൊക്കെ ലോ ബഡ്ജറ്റിനൊക്കെ ഒരു 6GB റാമിൽ 8GB ആണെങ്കിൽ വിവോടൊക്കെ എടുക്കാം. ഇത് വന്നിട്ട് 5 രൂപയാണ് പ്രൈസ് വരുന്നത് റെഡ്മിയുടെ. അപ്പോൾ ഇതൊക്കെ പുതിയ മോഡലാണ്. വലിയ സ്ക്രാച്ചോ അടിയോ കാര്യങ്ങളോ അങ്ങനെ യാതൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് വാങ്ങിച്ച് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കോലത്തിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. കണ്ടേ, ബാക്ക് ഡോർ തന്നെ ബാക്ക് വലിയ സ്ക്രാച്ചോ അടിയോ കാര്യങ്ങളോ യാതൊന്നുമില്ല. ഇത് വന്നിട്ട് 4 രൂപയാണ് പ്രൈസ് വരുന്നത് റെഡ്മിയുടെ 8. ഇത് കൊള്ളാം, സംഭവം കൊള്ളാം. ഇത് പുതിയത്, ഡിസ്പ്ലേ ഒക്കെ പക്ക കണ്ടീഷൻ പീസാണ്, റിപ്പയർ ചെയ്ത പീസൊന്നുമല്ല. എല്ലാത്തിലും ഈ ഇരിക്കുന്നതെല്ലാം ഇപ്പോൾ വീഡിയോ കാണിക്കുന്നത് മിക്കതും അങ്ങനെയുള്ള പീസുകളാണ്. ഇത് വന്നിട്ട് 5500 പ്രൈസ് വരുന്നത്. നല്ല സെറ്റുകളുണ്ട്. ഒരു 120 സ്റ്റോറേജ് വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5500 നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. നല്ല സ്മാർട്ട് ഫോൺ വാങ്ങാം. പിന്നെ ഒരുപാട് ഐഫോണൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വന്നിട്ട് 3500 ഡിസ്പ്ലേ ഒക്കെ മാറ്റിയ പീസാണേ. പിന്നെ ഐഫോൺ ഉണ്ട്, ഇതൊക്കെ ഇപ്പോൾ കണ്ടീഷൻ പീസാണ്. ഒരു 8 രൂപ റേഞ്ചിലൊക്കെ iPhone 7 Plus ഡിസ്പ്ലേ മാറ്റിയൊന്നുമല്ല, ഇത് കണ്ടീഷൻ പീസാണ്. ബാറ്ററി മാത്രം ഒന്ന് മാറി കാണും, സാധനമൊക്കെ പെർഫെക്റ്റാണ്. 8 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഒരു iPhone 7 ഉണ്ട്, ഒരു 5000 രൂപ റേഞ്ചാണ് പ്രൈസ് വരുന്നത്. 120 സ്റ്റോറേജ് കൊള്ളാം, റെഡ് പീസ്. പിന്നെ ഒരു iPhone 8 ആണ് മോഡലേ. ഇത് 256 സ്റ്റോറേജ് വരുന്ന ഒരു iPhone 8 കൊള്ളാം. ഇത് വന്നിട്ട് ഇതും പെർഫെക്റ്റ് കണ്ടീഷനാണ് കേട്ടോ, വലിയ ഡിഫക്റ്റോ കാര്യങ്ങളോ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഇത് വന്നിട്ട് 9000 രൂപ പ്രൈസ് വരുന്നു. സാധനം അപ്ഡേറ്റ് ഒക്കെ ഉള്ളതാണ്. 256 സ്റ്റോറേജ് ഉണ്ട്, വെടിക്കെട്ട് സാധനം അല്ലേ, നല്ല പുതുമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഗൈസ്. ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ നല്ല കണ്ടീഷനായിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ഡിസ്പ്ലേ മാറ്റിയതൊക്കെ വരുമ്പോഴത്തേക്കും എമൗണ്ട് ചെറിയൊരു ഇളവൊക്കെ വരും. പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പണം മുടക്കിയത് എന്തായാലും സ്മാർട്ട് ഫോൺ എടുക്കില്ലേ, അപ്പോൾ നല്ലത് നോക്കി എടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഈ കണ്ടതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക, നമുക്ക് എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. ഗീവ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ.